ഹായ്. അപ്പൊ നമുക്ക് ഇന്നത് ഉണ്ടാക്കിയാലോ? ടേബിൾ ഡെക്കറേറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ. ആകെ ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ 2 കളർ ചാർട്ട് പേപ്പറും പിന്നെ സെല്ലോ ടേപ്പ് കഴിഞ്ഞ ആ കാർഡ്ബോർഡ് ബോക്സ് ഇല്ലേ, അതുമാണ് കേട്ടോ. സെല്ലോ ടേപ്പ് ഒന്നും ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അപ്പൊ സെല്ലോ ടേപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ കളയുന്നതിന് പകരം ഇങ്ങനെ അതൊന്നും ഉണ്ടാക്കിയാണ്ട് ഒരു ടേബിൾ ഡെക്കറേറ്റോ അവിടെ ഇവിടെയൊക്കെ വെക്കാലോ, കുറച്ച് ഭംഗിയിൽ. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കുറെ മുന്നേ ഒട്ടിച്ചു കൊടുത്തതുകൊണ്ടാണ് കേട്ടോ അത് അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡോ അല്ലെങ്കിൽ ചാർട്ടോ ഒട്ടിച്ചു കൊടുക്കും. ഞാൻ ഇവിടെ ഒരു സൈഡിൽ ചാർട്ടാട്ടോ ഒട്ടിച്ചു കൊടുത്തുള്ളത്. 5 സെന്റിമീറ്റർ ആട്ടോ ഈ സെല്ലോ ടേപ്പ് വരുന്നത്. അപ്പൊ അതിന്റെ അളവിന് ഞാൻ വെട്ടിയെടുത്ത് അതിൽ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീല ചാർട്ടാട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഫുള്ള് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കവർ എടുത്തതിന് ശേഷം ഞാൻ അതിന്റെ അതേ അളവിൽ ട്രേസ് ചെയ്ത് കണ്ടാണ് കേട്ടോ സർക്കിൾ എടുക്കുന്നത്. ചാർട്ട് പേപ്പറിൽ തന്നെയാണ് എടുത്തുള്ളത്. ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിൽ ഒട്ടിച്ചു കൊടുക്കാട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ ബെറ്റർ. 2 സൈഡിലും കാർഡ്ബോർഡൊക്കെ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചാർട്ടിന്റെ ഒരു ഭാഗം തന്നെ വെച്ചു കൊടുത്താൽ മതി. അപ്പൊ ആ ബോർഡുമേൽ ഇത്ര ഉള്ളൂ കേട്ടോ പണി. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വരച്ചു കൊടുക്കണമെങ്കിലൊക്കെ വരച്ചൊക്കെ, കുറച്ച് ഡെക്കറേറ്റീവ് ക്യൂട്ട് സാധനങ്ങളൊക്കെ വരക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്റ്റിക്കേഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സ് ചെയ്താനോ അല്ല റിബൺ കെട്ടിക്കൊടുക്കുകയോ അങ്ങനെ എന്ത് വേണേ നിങ്ങൾക്ക് ചെയ്യാന്നാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ഇപ്പൊ ഇത് പ്ലെയിൻ ആക്കി കേട്ടോ വെക്കുന്നത്. പിന്നെ അടുത്തുള്ളത് നേരത്തെ കാണിച്ചുള്ള റോസ് ചാർട്ട് പേപ്പർ ആട്ടോ. അപ്പൊ ഞാൻ അത് കട്ട് ചെയ്യുന്നത് കാണിച്ചില്ല. ഇവിടെ കട്ട് ചെയ്യാനുള്ള അളവ് 7x7 വരുന്ന സ്ക്വയർ ഷേപ്പിലോട്ട് ഞാൻ എടുത്തുള്ളത്. അപ്പൊ 4 പീസ് വേണം ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ. 4 പീസ് എടുത്താണ്ട് അതിന്മേൽ എന്തെങ്കിലും ബോട്ടിലിന്റെ ക്യാപ്പോ അല്ലെങ്കിൽ കോയിനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റൗണ്ട് ഷേപ്പ് വരുന്നത് വെച്ചുകൊണ്ട് കട്ട് ചെയ്യുക. ഒന്ന് മാത്രം അങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തൊക്കെ പിന്നെ ഫസ്റ്റത്തെ കട്ട് ചെയ്തതിന്റെ ആ അളവിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഫ്ലവർ എല്ലാവരും ഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ച സമയത്ത് ഉണ്ടാക്കിയ ഒരു സാധനമായിക്കാരം റോസ് എന്ന് പറഞ്ഞാണ്ട്. ഇവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വരെ ക്രാഫ്റ്റിന്റെ പീരീഡ് ആദ്യം ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന സാധനം ഇതാട്ടോ. അപ്പൊ ഇതാ ഇതിന്റെ പെറ്റൽസ് ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഇനി ഓരോ പാർട്ടാക്കി നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാ ഫസ്റ്റ് പെറ്റൽ കട്ട് ചെയ്യണം, സെക്കൻഡ് പെറ്റല്, തേർഡില് 3 പെറ്റല്, ഫോർത്തില് 4 പെറ്റല്. അതിൽ ഫോർത്തില് 4 പെറ്റലിൽ ഒരു ഭാഗം വേണ്ട കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടാവുന്നത് രണ്ടും ഒരേപോലെയാണ് കേട്ടോ. അതുകൊണ്ടാണ് സെയിം പെറ്റൽസ് ആണ് 2 സൈഡിലും വരുന്നത്. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാത്തത്. പിന്നെ കട്ട് ചെയ്തതിന്റെ ആ ലാസ്റ്റ് പെറ്റലും നെക്സ്റ്റ് പെറ്റലും കൂട്ടി നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. എല്ലാതും നമ്മൾ അങ്ങനെ തന്നെ കേട്ടോ ചെയ്ത് കൊടുക്കണേ. പക്ഷെ ആ ലാസ്റ്റ് വരുന്ന 2 പെറ്റലും ഒരു പെറ്റലും ഉള്ളത് നമ്മൾ ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാതും ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ പെറ്റൽസ് ഒക്കെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാണ്ട് എല്ലാ പെറ്റലും ഒന്ന് കേർവ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൂടുതൽ പെറ്റൽസ് വരുന്നത് എടുത്ത് അതിന്റെ ഉള്ളിൽ സെന്ററിൽ ഗമ്മ് തേച്ചിട്ട് ഓരോ പെറ്റൽസ് എണ്ണം കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഫ്ലവർ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനെ എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ഫ്ലവർ ആണെന്നും അറിയാം. അപ്പൊ ഫ്ലവറിന്റെ പരിപാടി അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ എടുത്തുള്ളത് 3 റോസ് ഫ്ലവേഴ്സും ഒരു 4 വൈറ്റ് ഫ്ലവേഴ്സും ആണ്. കളർ കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇന്ത്യയിലുള്ള കളറാണ് എടുത്തുള്ളത്. പിന്നെ റെഡും വൈറ്റും ബ്ലാക്കും ഒക്കെ കൂട്ടി എടുത്താൽ നല്ല രസമുണ്ടാവും. ഇതിങ്ങനെ ചുമ്മാ കണ്ടപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിൽ ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നിയിരുന്നു. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഫ്ലവേഴ്സ് കാർഡ്ബോർഡിൻ്റെ സൈഡിൽ റൗണ്ടിൽ വെച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് സെൻറ്ററിലും വെച്ചു കൊടുക്കണം. അപ്പം ഞാൻ സെൻറ്ററിൽ വെച്ചു കൊടുക്കാൻ നോക്കിയപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് താന്നു പോകുന്നുണ്ടായിരുന്നു. കറക്റ്റ് ഇങ്ങനെ നിൽക്കുന്നില്ല. സെയിം ലെവലിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പൊന്തി നിൽക്കാൻ വെച്ചു കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിൽ വേണം ആ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പം അത് ആ സെയിം ലെവലിൽ അത് കിട്ടും. അപ്പം ഇത്രേ ഉള്ളൂ അതിൻ്റെ പണി. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ഒരു ഡെക്കറേറ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി റിബണൊക്കെ വെച്ച് ഇതാക്കാം. പിന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിബണും ഒരു കാർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് കിടക്കാനുള്ള ഉള്ളിൽ അപ്പം ഗിഫ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്ന രീതിക്ക് ഒരു ബോക്സ് പോലെ ആക്കിയിട്ടും എടുക്കാൻ പറ്റും. അങ്ങനെ പല രീതിക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം കേട്ടോ. പർപ്പസസും കുറച്ച് കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഗിഫ്റ്റ് കൊടുക്കാനും ടേബിൾ ഡെക്കറേറ്റ് വെക്കാനും ഒക്കെ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയാട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ.